ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കി തനിക്ക് ആവശ്യമുള്ള സമയത്ത് ചോദിച്ചോളാമെന്നും പറഞ്ഞ് നന്ദയുടെ അരികിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് കാര്യം മനസ്സിലായി, ഇവൾ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നതെന്ന്. അതും കഴിഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ നിറകണ്ണുകളോടെ ഗൗതത്തെ നോക്കി ചിരിച്ചുകൊണ്ടിരിങ്ങനെ നിൽക്കുക. ഗൗതം അന്നേരം ചിരിച്ചു. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ലക്ഷ്മി ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുക. ഓ, എന്താ ലക്ഷ്മി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഏട്ടത്തി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഏട്ടത്തി എന്ന് പറഞ്ഞ ലക്ഷ്മി, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ആരെയും സംസാരിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓ എന്തോ ഒരു കഷ്ടമായതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അരുന്ധതിയെ. ഞാൻ പലതവണ വിളിച്ച് നോക്കി, ആരും ഫോൺ എടുക്കണില്ല എന്നും പറഞ്ഞ ലക്ഷ്മി. മോഹിനിയും തൊട്ടടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഗൗതവും നന്ദയൊന്ന് വന്നാൽ മതി, അവരോട് മാത്രം രത്നാകരൻ വരുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചാൽ മതി, പിങ്കിയോ ഗിരിജയോ ഇത് അറിയണ്ട എന്ന് പറഞ്ഞു. അപ്പം അതെന്താ, എല്ലാവരും അറിഞ്ഞിരിക്കുന്നല്ലേ നല്ലത് എന്ന് മോഹിനി ചോദിച്ചപ്പം ആർക്ക് നല്ലത്? കാര്യം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിങ്കി അവളുടെ വീട്ടുകാരും തറവാടികൾ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് പറയുക. ഗിരിജയും മാത്രം മോശക്കാരിയൊന്നും അല്ല, അവരുടെ കാതിലേക്കേ ദേ അരുൺ സംബന്ധം കൂടി വീടിൻ്റെ കഥ എഴുന്നള്ളിക്കാനേ കുറച്ച് ഉളുപ്പുണ്ട് എനിക്കെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി പറയും. അപ്പോൾ നാളെ എന്തായാലും അയാൾ വരുമെന്നുണ്ടെങ്കിൽ പിങ്കിയും ഗിരിജയും ഒക്കെ സത്യം അറിയാതിരിക്കുമോ? അപ്പോൾ അറിയട്ടെ, നമ്മളായിട്ട് ഇനി പറഞ്ഞൊന്നും അറിയിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ, അതായത് നന്ദയും അതുപോലെ നമ്മുടെ ഗൗതവും കയറി വരുന്നത്. നിങ്ങൾ രാവിലെ ഇവിടുന്ന് പോയതല്ലായിരുന്നു, എന്താ ഇത്ര ലേറ്റ് ആയതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ഒഫീഷ്യൽ തിരക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഗൗതം അന്നേരം. അതൊക്കെ പോട്ടെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടേ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. എടാ അത് നാളെ ഇവിടെ, അത് പിന്നെ നാളെ കുറച്ച് അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതെന്താന്ന് നേരം ഇവർ ചോദിച്ചു. പിന്നെ ഇവർ കാര്യങ്ങളെല്ലാം പറയാം. അയാളെ നിനക്ക് അറിയാവുന്നതല്ലേന്ന് ചോദിച്ചു. അയാളിപ്പോൾ ഇവിടെ വരുന്നതിൽ എന്താ പ്രശ്നം? ഈ വീട്ടിലെ ബന്ധുവല്ലേ അയാൾ എന്ന് ഗൗതം ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ബന്ധുവോ? 10 കാശിന് ഗതിയില്ലാത്തവരെയൊക്കെ ബന്ധുക്കളായിട്ട് അംഗീകരിക്കണമെന്നാണോ നീ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണേ നമ്മുടെ അരുന്ധതി ഗൗതത്തിനോട്. വഴക്കുണ്ടാക്കാനായിട്ട് അയാൾ വരുന്നതെന്നുള്ള കാര്യം ഉറപ്പായ കാര്യമല്ലേ? നാളെ ഒരു യുദ്ധം തന്നെ അവിടെ നടക്കാൻ പോകുന്നു, നിനക്കറിയോ? നീ വേണം അയാളെ നേരിടാൻ മുന്നിൽ നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ പിങ്കിയുടെ അച്ഛൻ പ്രഭ്രാമനങ്ങൾ ഇവിടെ വന്നിരുന്നില്ലേ? അന്ന് വല്യമ്മ എന്നെ ഒരു യുദ്ധത്തിനും വിളിച്ചില്ലല്ലോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ, എടാ രത്നാകരൻ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാടാ ഇങ്ങോട്ട് വരുന്നത്. പ്രഭുരാമനങ്ങളും വഴക്കുണ്ടാക്കാൻ തന്നെയല്ലേ ഈ പടി കയറി വന്നതെന്ന് ചോദിച്ചു. പ്രഭുരാമനെ പോലെയാണോടാ രത്നാകരൻ? എറണം കെട്ടവൻ. ഈ ആറ്റിറ്റ്യൂഡാ വല്യമ്മേ ആദ്യം മാറ്റേണ്ടത്. പിങ്കിയുടെ അച്ഛനേക്കാളും ഒട്ടും മോശക്കാരനല്ല പവിത്രയുടെ അച്ഛനും. ഒരർത്ഥത്തിൽ തുല്യ പ്രാധാന്യമുള്ള 2 ബന്ധുക്കളാണെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അരുന്ധതിക്ക് അങ്ങ് ദഹിച്ചില്ല. അരുന്ധതി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ കാണാൻ പഠിച്ചാൽ അവരിവിടെ വരുന്നതും പോകുന്നതും ചർച്ച ചെയ്യേണ്ട വലിയ വിഷയമൊന്നും അല്ലെന്ന് മനസ്സിലാകുമെന്നുള്ള കാര്യവും ഇങ്ങനെ പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. ആ സമയം മനസ്സിലാക്കിയേ പറ്റൂ, അത് മനസ്സിലാക്കണം എന്നും പറഞ്ഞു. വാ നന്ദേ എന്ന് പറഞ്ഞ് നന്ദയും കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അവനെ ഇവിടെ കയറ്റി സംബന്ധം കൂടിപ്പിക്കാമെന്ന് ആരും കരുതുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടായി അരുന്ധതി. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതും പറഞ്ഞ് അരുന്ധതി അവിടെ വാശിയും വൈരാഗ്യമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതവും നന്ദയും കൂടെ റൂമിൽ ചെന്നു. അതിലേറെ തല പുകഞ്ഞ് ഇവരിയ്ക്കുന്നത്. അപ്പോൾ ഗൗതം ചെന്നതേ ഡ്രസ്സൊക്കെ മാറി അങ്ങ് കയറി കിടന്നു. ഈ സമയത്ത് നന്ദ അടുത്തേക്ക് ചെന്നു കേട്ടോ. ഗൗതം സാർ എന്താ കഴിക്കാൻ വരാഞ്ഞേ എന്ന് ചോദിച്ചു. എന്നും കൃത്യസമയത്ത് വന്ന് കഴിച്ചിട്ട് പോകുന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗൗതം ആണെങ്കിൽ എഴുന്നേറ്റിട്ട് വിശപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം നന്ദ ചെന്ന് അടുത്തിരുന്നു. എന്തു പറ്റി? വെറും വിശപ്പില്ലായ്മയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നന്ദ ചോദിക്കുക. മറ്റെന്തോ ഒരു കാര്യം മനസ്സിൽ കുടുങ്ങിപ്പോയല്ലേ എന്ന് ചോദിച്ചപ്പം അതെ എന്ന് ഗൗതം പറയാം. സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യങ്ങളാണോ എന്ന് നന്ദ ചോദിച്ചപ്പോൾ നമ്മുടെ ഗൗതം എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുക. എങ്കിലതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കാം നന്ദ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് നന്ദ ചോദിക്കുക. പിന്നെ ഇനി അതെല്ലാം മറക്കുന്നതാ മനസമാധാനത്തിന് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ പിങ്കി വെറുതെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇങ്ങ് പോകുന്ന ആളൊന്നും അല്ല എന്ന് ഗൗതം അന്നേരം നന്ദയോടെല്ലാം പറഞ്ഞു. വ്യക്തമായ ഒരു കരാറ് എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് അവൾ കോംപ്രമൈസിന് തയ്യാറായതെന്ന് പറഞ്ഞപ്പോൾ എന്ത് കരാറാണെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഗൗതം അത് നന്ദയോട് തുറന്നു പറഞ്ഞു. അപ്പം നന്ദ അത് കേട്ടൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം തന്നെയാണ്. നന്ദ ഇങ്ങനെ നടുങ്ങിയിരിക്കുവാണ്. അവളുടെ ഉള്ളിലിരിപ്പ് അത്രയ്ക്ക് ചീപ്പായ പെണ്ണാണ് അവളെന്നുള്ള കാര്യം നന്ദയ്ക്ക് മനസ്സിലായി. എൻ്റെ മുന്നിൽ സമ്മതിക്കുക എന്നുള്ളതല്ലാതെ മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഗൗതം നന്ദയോട് പറയുന്നു. അന്നേ നന്ദ കാല് പിടിച്ച് പറഞ്ഞത് അവളെ ഇങ്ങനെ ഇതിനു വേണ്ടി എടുക്കരുതെന്നുള്ളത്. അതാരും കേട്ടില്ല. അപ്പോൾ പ്രൊഫഷൻ എത്തിക്സ്
അത് ഞാൻ മറക്കില്ല എന്നുള്ള നിന്നപ്പോൾ ജനിക്കുന്നതിന് മുന്നേ നമ്മുടെ കുഞ്ഞിനെ ജയിലിലേക്ക് അവൾ കയറ്റിയേനെ അവൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്ന ഗതികേടിനേക്കാൾ നല്ലതാ അവൾ പറഞ്ഞ രാമേശ്വരം യാത്ര, അത് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി എന്ന് പറയുകയാണ് നമ്മുടെ ഗൗതം. അത് കേട്ട് നന്ദ ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുമ്പോൾ, നന്ദ ഞാൻ ചെയ്തത് തെറ്റായി പോയോ? തന്നെ വഞ്ചിച്ചതുപോലെ ആയില്ലേ അത് എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന് നന്ദ അന്നേരം ഗൗതത്തിനോട് പറഞ്ഞു. അപ്പോൾ ദേ എനിക്കറിയാവല്ലോ സാറിൻ്റെ മനസ്സ് അതെൻ്റെ കൂടെ അല്ലേ എന്ന് നന്ദ ചോദിക്കുക. നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ അല്ലേ എന്ന് ചോദിച്ചു. ഇനിയും 1000 ജന്മമെടുത്താലും പിങ്കിക്ക് ഗൗതത്തിനെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ യഥാർത്ഥ തെളിവ് ദേ നമ്മുടെ ഗൗതം നന്ദയ്ക്ക് മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ ഗൗതത്തിൻ്റെ കണ്ണിൽ വന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ദേ എൻ്റെ കുറവ് കൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞിനെ മറ്റൊരാളുടെ ഗർഭപാത്രത്തിൽ വളർത്തിയെടുക്കേണ്ട ഗതികേട് നമുക്കുണ്ടായത്. അതിൻ്റെ ബാക്കിയായിട്ട് ഇനിയിപ്പോൾ വരുന്നതെല്ലാം നമ്മൾ സഹിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ബാക്കിയായി സാറിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ പിങ്കിക്കൊപ്പം പോയാ പിന്നെ നീ എന്നെ അവിശ്വസിക്കോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ ഒരിക്കലും ഞാനത് അവിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. സാറിൻ്റെ കയ്യും പിടിച്ച് അവൾ രാമേശ്വരത്തു നിന്നല്ല ഈ ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെ അവൾ പോയിക്കോട്ടെ, പക്ഷെ ഞാൻ എൻ്റെ സാറിനെ അവിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും അവൾ ആ കൈവിട്ട് കഴിഞ്ഞാൽ സ്വതന്ത്രനാകുന്ന ആദ്യ നിമിഷം തന്നെ സാറിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് നമ്മുടെ നന്ദ അന്നേരം ഗൗതത്തിനോട് പറഞ്ഞു. അപ്പോഴാണ് ഗൗതത്തിന് ശ്വാസം നേരെ വീണത് കേട്ടോ. എൻ്റെ വിശ്വാസം അതെന്നും പറഞ്ഞ് നന്ദ പറഞ്ഞു. IPS വിശ്വാസം എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിൻ്റെ അരികിൽ നിൽക്കുന്നത്. അപ്പോൾ ഗൗതം നന്ദയെ ചേർത്ത് പിടിക്കുക. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഗിരിജിയെയും അതുപോലെ തന്നെ നമ്മുടെ പിങ്കി ചേച്ചിയെ കാണിക്കുന്നത്. എന്തായാലും മോള് നമ്മൾ ആഗ്രഹിച്ചതുപോലെ കരുക്കളൊക്കെ നീക്കിയല്ലോ എന്ന് പറഞ്ഞ് രണ്ടും കൂടെ പറയുക. ഇത്രയും വലിയൊരു സംഭവം പ്ലാൻ ചെയ്തപ്പോൾ എങ്ങനെയെങ്കിലും ഗൗതമനെയും നന്ദയെയും നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് ക്ഷമ പറയിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കും അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്ത് ഈശ്വരൻ എൻ്റെ തലയിൽ ഇങ്ങനൊരു ബുദ്ധി തോന്നിച്ചത് സത്യം പറഞ്ഞാൽ വലിയ അത്ഭുതം തന്നെയാണെന്ന് പിങ്കി പറയുക. അല്ല, ഈ രാമേശ്വരം അല്ലേ നിങ്ങളുടെ ആദ്യ സമാഗമ സ്ഥലം? അപ്പോൾ അതേന്ന് പറഞ്ഞു. ആ മണ്ണിൽ വെച്ചാ ഞാൻ ആദ്യമായി ഗൗതത്തിനെ കാണുന്നതെന്നും അവിടെ വെച്ചാ ഗൗതം എന്നെയും ഞാൻ ഗൗതത്തെയും ഹൃദയത്തിലേറ്റിയതെന്നും പിങ്കി പറയണം എന്നും പറഞ്ഞേക്കോ ചിറ്റയ്ക്ക് അറിയോ? അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതം ഒരുപാട് വഴികളിലൂടെ ഗതി മാറി ഒഴുകിയതാണെന്ന് പിങ്കി പറയോ. ഗൗതം എന്നെയും ഞാൻ ഗൗതത്തെയും പൂർണ്ണമായും മറന്നുപോയതുമാണെന്ന് പറഞ്ഞ് പിങ്കി ഇങ്ങനെ പറയണം. വിധി എന്ന 2 അക്ഷരവാ ഞങ്ങൾ ഇന്നും ഒരേ മേൽക്കൂരയ്ക്കുള്ളിൽ കൊണ്ടുവന്നെത്തിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അക്കാര്യം നീ പറഞ്ഞാൽ ശരിയാ മോളെ. ഗൗതത്തെ മറന്ന് നീ അർജുനുമായി ഇണങ്ങി ജീവിച്ച് തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദേ മനജേച്ചി എന്നെ വിളിച്ച് കരഞ്ഞതാ. ഇപ്പോഴാ ഗിരിജെ എനിക്കൊരു സമാധാനം ആയത്, അവൾക്കും ഒരു ജീവിതമായി എന്നും പറഞ്ഞു. അപ്പം അത് കേട്ട് പിങ്കി ഇങ്ങനെതായിട്ട് നിൽക്കുക. നീ എന്ത് ഹാപ്പി ആയിരുന്നു മോളെ? സത്യം പറഞ്ഞാൽ ആയിരുന്നു ചിറ്റേ, സത്യമായും ഞാൻ ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞതെല്ലാം മറന്ന് അർജുനുമൊത്തൊരു പുതിയ ജീവിതം സ്വപ്നം കണ്ടതുമാണ് ഞാൻ. ആ നന്ദയാ എല്ലാം നശിപ്പിച്ചതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അന്നേരം പറയുന്നു. എന്നിട്ടും ഞാൻ ഒരിക്കലും അവളുടെ ജീവിതത്തിൽ കൈയിട്ട് വാരണമെന്ന് ആലോചിച്ചിട്ടില്ല എന്ന് പിങ്കി പറയുവാണേ. പക്ഷേ യാദൃശികമായിട്ട് ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മനസ്സുകൊണ്ട് ഞാൻ ഇനിയും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗതത്തിന് തന്നെയായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാളില്ല എന്ന്. ഇനി എൻ്റെ ജീവിതത്തിൽ ഗൗതം മതിയെന്ന്. അന്ന് ഞാൻ ഗൗതത്തിനെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ മറ്റെവിടേക്കെങ്കിലും പറിച്ച് നട്ടേനെ എന്ന് നമ്മുടെ പിങ്കി പറഞ്ഞു. അപ്പോൾ എനിക്കതൊക്കെ മനസ്സിലാകും മോളെ. ഞാനൊരു പെണ്ണല്ലേ എന്ന് ചോദിച്ചു ഗിരിജ. ഒരു പുരുഷനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും മനസ്സിൽ അയാൾക്കൊരു സ്ഥാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഗിരിജ പറയുന്നു. ഇനി എനിക്ക് എന്താ ചുറ്റിയെ പ്രതീക്ഷിക്കാനുള്ളത് എന്ന് പിങ്കി ചോദിക്കുക. ഒന്നുമില്ല, ശൂന്യമാണ് എൻ്റെ ജീവിതം. ഞാനും ആഗ്രഹിക്കുക സ്വച്ഛമായിട്ടുള്ള ഒരു ജീവിതം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്. മനസ്സുകൊണ്ട് ഗൗതത്തെ മാത്രമേ എനിക്ക് സങ്കല്പിക്കാനാകുന്നുള്ളൂ. അതെൻ്റെ തെറ്റാണോ എന്ന് പിങ്കി ചോദിക്കുക. എൻ്റെ ഒരു അവസ്ഥയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ അറിയാം, നിന്റെ മനസ്സിൽ ഗൗതത്തിനോടുള്ള സ്നേഹം അത് സത്യം മോളെ. അതുകൊണ്ട് തന്നെയാ നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കിട്ടാൻ ദേ ഈ ചിറ്റ ഇപ്പം നിന്റെ കൂടെ നിന്ന് പ്രയത്നിക്കുന്നത് എന്നൊക്കെ ഗിരിജ പറഞ്ഞു കൊടുക്കുന്നു മകൾക്ക്. പിന്നെ ദേ ഈ രാമേശ്വരം യാത്ര പുതിയൊരു തുടക്കം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗിരിജ പറഞ്ഞു കൊടുക്കുന്നു. ദേ മോളെ, ഗൗതത്തെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനായി ജീവിതം തന്നെ വിട്ടുകൊടുത്ത നിന്നെ അവൻ പൂർണ്ണ അർത്ഥത്തിൽ തിരിച്ചറിയാൻ പോകുന്നതേ രാമേശ്വരത്ത് വെച്ചായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗിരിജ ചിറ്റ പിങ്കിയോട് പറയുന്നു. ദിവാസ്വപ്നങ്ങൾ ഒരുപാട് കാണുക രണ്ടും കൂടി. എങ്ങനെയെങ്കിലും ഗൗതത്തിൻ്റെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടേ നീ അവിടുന്ന് തിരിച്ചു പോരാവൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞു പിങ്കിയും സ്വപ്നം കാണുക. രണ്ടും കൂടെ സ്വപ്നത്തിന് ഒരു കുറവില്ലാതെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് അരുന്ധതിയും അതുപോലെ മോഹിനിയും മഹേശ്വരനും അതുപോലെ അനിയനും എല്ലാവരും അവിടെ ഇരിക്കുക. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ലെന്നും പറഞ്ഞു. അപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചു അരുന്ധതി.
ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ സ്വപ്നങ്ങൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരുക. പവിത്രയുടെ അച്ഛനെ പ്രേതമായും ഭൂതമായും പിശാചുമായും ഒക്കെ ഞാൻ സ്വപ്നം കാണുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എന്തിനാണ് ഇത്രയ്ക്ക് അങ്ങ് പേടിക്കുന്നത്? വല്യേടത്തി ഒരു വാക്ക് പറഞ്ഞാൽ പോരെ. നിലവറയിൽ ഇപ്പോഴും കിടപ്പുണ്ട് നമ്മുടെ കാരണവന്മാർ ശത്രുക്കളെ തല കൊയ്തെറിഞ്ഞ വാളും പരിചയും കടാരകളും ഒക്കെ ഉറുമി വരെ കിടപ്പുണ്ടെന്ന് പറഞ്ഞപ്പം ഇതിലെ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ അറിയാവോ ജഗന്നാഥ നിനക്ക് എന്ന് അരുന്ധതി അന്നേരം ചോദിച്ചു. അഭ്യാസം അറിയാത്തവൻ്റെ കയ്യിലെ ആയുധം ശത്രുവിന് ആ ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അരുന്ധതി ഇങ്ങനെ പറയാം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അയാൾ വരുമ്പോൾ പ്രതിരോധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടന് പേടിയുണ്ടോ എന്ന് ചോദിച്ചു അനിയൻ. അപ്പോൾ എനിക്കെന്തിനാ പേടി? എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു. എന്തിനാടാ ജഗന്നാഥ നമ്മൾ പേടിക്കുന്നേ? ഈ വരുന്ന രത്നാകരൻ ആരാടാ? ഒരു തുക്കടാ രാഷ്ട്രീയക്കാരനല്ലേ എന്ന് ചോദിച്ചു. അല്ല ഏട്ടാ, അയാൾ രണ്ടും കൽപ്പിച്ചാണ് വരുന്നതെങ്കിലോ? അവനാദ്യം വരട്ടെ, കാണാം നമുക്ക് എന്താ അവൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതിയൊക്കെ അവിടെ ഇരിക്കാം. അപ്പോൾ ഈ കഥ എനിക്ക് ഓർക്കാൻ വയ്യ. ഇതൊരു കഥയൊന്നും അല്ല, ഇതൊരു ചരിത്രം തന്നെയാണ്. ചരിത്രം. ജന്മിമാർക്കും പ്രഭുക്കന്മാർക്കും എതിരെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട കാലത്ത് കൊട്ടാരത്തിൽ നിന്നിറങ്ങി കൊടി പിടിച്ച ഒരു പാരമ്പര്യമുണ്ട്. മഹാദേവേട്ടൻ്റെ അച്ഛനെന്നും പറഞ്ഞുകൊണ്ട് കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അരുന്ധതി എന്നിട്ട് പണ്ടത്തെ ഇവരുടെ ചരിത്രങ്ങളും ഭൂമിശാസ്ത്രവും എല്ലാം ചകഞ്ഞ് ഇവരുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛൻ ഈ കഥയൊക്കെ പറഞ്ഞതായിട്ട് എനിക്കും ചില ഓർമ്മയൊക്കെ ഉണ്ട് ഏട്ടത്തി, ആ കാലഘട്ടത്തെ പറ്റിയേ ഞാനും ചെറുതായിട്ട് ഓർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഓർമ്മ മാത്രം പോരാ, അതിൻ്റെ വീര്യവും കാണിക്കണം എൻ്റെ മഹേശ്വര. ഈ വരുന്നവൻ്റെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കരുതെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം അരുൺ കടയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നീ ഇതെങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കടയിലേക്ക് പോകുക. അത് കൊള്ളാം. അപ്പം നീ ഇവിടെ നിൽക്കുന്നില്ലേ എന്ന് അരുണിനോട് അരുന്ധതി ചോദിക്കുക. നിന്റെ ഫാദറിലോ മിസ്റ്റർ രത്നാകരൻ വരുമ്പോൾ സ്വീകരിക്കാൻ നീ ഇവിടെ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഇല്ലേ, അത് പോരെന്ന് ചോദിച്ചു. മതി അത് മാത്രം മതി. അല്ല മോനെ, നീ കട തുറക്കാനുള്ള താക്കോലൊക്കെ എടുത്തോന്ന് ചോദിച്ചപ്പം എടുത്തല്ലോ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ എൻ്റെ പൊന്നു മോനെ, നീ ഇന്ന് ഒരിടത്തേക്ക് മോണില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ താക്കോലും തട്ടി പറിച്ചു മേടിച്ചു. ഓരോ വൃത്തികെട്ടവന്മാരുടെ കുടുംബത്തിൽ നിന്ന് സംബന്ധം കൂടിയിട്ട് ചെക്കൻ നിന്ന് കുറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മകനെ വഴക്ക് പറയുക. അതെ, അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു നാളെ കട തുറന്നാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ അരുണിനെയും പിടിച്ച് അവിടെ നിർത്തി. അരുണാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ എൻ്റെ ഈശ്വരാഹമാക്കിയ കഥകൾ കൂടി ഇവർ അറിഞ്ഞാൽ പണി പാലുമളത്ത് കിട്ടുമല്ലോ എന്നുള്ള പേടിയിൽ അരുൺ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗൗതത്തിനെയും നന്ദയെയുമാണ് കാണിക്കുന്നത്. ഗൗതം ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുന്നു. ഈ സമയം നമ്മൾ രണ്ടാളും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്താകുമെന്ന് ചോദിച്ചു. ഈ വീട്ടിലൊരു ആപത്ഘട്ടം വരാൻ പോവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആപത്ഘട്ടോ? അതൊന്ന് ഘട്ടമാണെന്ന് ചോദിച്ചു. എന്ത് ആപത്ഘട്ടം വരാൻ പോവാണെന്ന് ചോദിച്ചപ്പോൾ പവിത്രയുടെ അച്ഛൻ വരുന്ന ദിവസമല്ലേ ഇന്ന്, എല്ലാവരും ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്ന മട്ടിലുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളിലും ഒക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് യുദ്ധം? മകളെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്ന വീടും വീട്ടുകാരും പവിത്രയുടെ അച്ഛനെ സംബന്ധിച്ച് ഇവിടെയുള്ളവർ. അങ്ങനെയുള്ളപ്പോൾ അതിനൊരു ഇതായിട്ട് കാണേണ്ട കാര്യം എന്താ? അതുപോലത്തെ ഇവിടുത്തെ പയ്യൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയുടെ അച്ഛനാണ് വരാൻ പോകുന്നത് എന്ന് ഇവിടെയുള്ളവർ മനസ്സിലാക്കിയ പോലെ കാര്യം തീർന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ വലിയ ഊര് വിലക്ക് കൽപ്പിച്ചിരിക്കുന്നതാണ് പവിത്രയുടെ വീട്ടുകാർക്ക്. അപ്പോൾ അവർക്ക് പോലും അവിടെ കാണാനോ സംസാരിക്കാനോ അവകാശമില്ല എന്ന് പറയുന്ന സമയത്ത് ഇവരൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല. മനുഷ്യരെല്ലാം ഒരുപോലെ കാണുന്ന ഒരു നാടും സംസ്കാരമാണ് നമ്മളുടേത്. ഇവിടെ സംസ്കാരം അത് നോക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ ജന്മിത്തോ മറ്റോ ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്നത് അരുണിൻ്റെ ഫാദറിലോയാണെന്നുള്ള കാര്യം നമ്മുടെ ഗൗതം അന്നേരം നന്ദയോട് പറഞ്ഞു. അയാൾക്ക് അയിത്തം ഉണ്ടെങ്കിൽ അത് സംസാരിക്കേണ്ടതും ഒതുക്കേണ്ടതും ഒക്കെ അരുണിൻ്റെ ചുമതലയല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഗൗതം സാർ, എനിക്കെന്തോ ഒരു കുറ്റബോധം പോലെയാണെന്ന് പറഞ്ഞു നന്ദ. എന്തിനും? എൻ്റെ ആവശ്യം എന്താ? അല്ല, പവിത്രയും ഞാനൊക്കെ ഇവിടെ വന്നു കയറിയ മരുമക്കളല്ലേ, അവളുടെ അച്ഛൻ വരുമ്പോൾ ഞാനിവിടെ ഇല്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് നന്ദ അന്നേരം പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ ഡ്യൂട്ടിക്ക് പോകാം. പവിത്രയുടെ അച്ഛനും അമ്മയും വന്നിട്ട് പോകുന്ന സമയം വരെ താനോട് നിൽക്കാൻ പറഞ്ഞു ഗൗതം. ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഗൗതം യാത്ര പറഞ്ഞു പോകുക. ഇവർ പോകാൻ ഇറങ്ങുമ്പോഴേക്കും പിങ്കി ഇവരുടെ അടുത്തേക്ക് വന്നു. എനിക്ക് ഗൗതത്തിനോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം നന്ദ ചോദിച്ചു എന്ത് കാര്യമാണെന്ന്. അത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണെന്ന് പിങ്കി പറഞ്ഞപ്പം അതോ, അക്കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിച്ചോളാം, ഗൗതം സാറ് പോയിക്കോ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതത്തിന് നന്ദ അങ്ങ് പറഞ്ഞു വിട്ടു. അവിടെയും പിങ്കി ഇടയ്ക്ക് കയറാൻ വന്നതാണ്. പക്ഷെ നമ്മുടെ നന്ദ സമ്മതിച്ചില്ല. അപ്പോൾ ഗൗതം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇനി പറ, എന്താ പിങ്കിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു. രാമേശ്വരം യാത്രയെപ്പറ്റി ആണോ എന്ന് നമ്മുടെ നന്ദ അന്നേരം ചോദിക്കും കേട്ടോ. എന്ത് കാര്യത്തെപ്പറ്റിയാണ് നിനക്ക് പറയാനുള്ളത്, എന്താന്ന് പറയാന്ന് പറഞ്ഞു. അപ്പം നീ എന്തോ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നതെന്ന് പിങ്കി അന്നേരം നന്ദയോട് ചോദിക്കോ. ഗൗതം പറഞ്ഞ വാക്ക് പാലിക്കാൻ നീ സമ്മതിക്കില്ലെന്നാണോ? അപ്പം ആര് പറഞ്ഞു നിന്നോടത്?
എനിക്ക് പൂർണ്ണ സമ്മതമാണ് നിങ്ങൾ പോകുന്നതിൽ. പിങ്കി അന്തം വിട്ട് നിൽക്കുക. രണ്ടാളും ധൈര്യമായിട്ട് രാമേശ്വരോ ധനുഷ്കോടിയോ എവിടെ വേണമെങ്കിലും പോയിട്ട് വന്നോളാനായിട്ട് നമ്മുടെ നന്ദ പറഞ്ഞു. പിങ്കിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നിനക്ക് സന്തോഷമായോ എന്ന് നന്ദ ചോദിക്കുന്നു. പിങ്കി ഒന്നും മനസ്സിലാകാതെ നിൽക്കുക കേട്ടോ. നീ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം, എങ്കിലേ എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിലും സന്തോഷമായിട്ട് ഇരിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ. പിങ്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ പിങ്കി ഇങ്ങനെ ആലോചിക്കുന്നു, ഇവക്കിത് എന്താ പറ്റിയെന്നുള്ളത്. നന്ദ ഒന്നിനും എതിര് പറയുന്നില്ലല്ലോ. പിങ്കി മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ നന്ദ മാനത്ത് കണ്ടു തുടങ്ങി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പവിത്ര ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ വീട്ടിലുള്ളവരെ എൻ്റെ അച്ഛൻ ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന അച്ഛനെതിരെ നിന്ന് സജയേട്ടനുമായിട്ടുള്ള എൻ്റെ ബന്ധം പുറത്ത് പറയുമെന്നും എന്നെ ഭീഷണിപ്പെടുത്തി. അതോടെ എല്ലാം പോകുമല്ലോ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ നിന്ന് തല പോകുകയോ ഈ വീട്ടിലുള്ളവർ അറിയാത്ത കാര്യങ്ങൾ ഇവിടെ വെച്ചെങ്ങാനും അച്ഛൻ വിളിച്ചു പറയുമോ എന്നും പറഞ്ഞ് പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ പവിത്ര. അപ്പോഴാണ് എടീന്ന് വിളിച്ചുകൊണ്ട് മോഹിനി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ എൻ്റെ ദൈവമേ, എന്താണോ എന്തോ, എനിക്കും എൻ്റെ മകനും എതിരെ കേസ് കൊടുക്കാൻ എന്ന് പറയാനാണോടി നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത് എന്നും ചോദിച്ചു മോഹിനി പവിത്രയോട് ദേഷ്യപ്പെടുക. അപ്പോൾ ആയിരിക്കും അച്ഛൻ അരുണേട്ടനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അരുണേട്ടനോ? നിനക്ക് എൻ്റെ മകൻ്റെ പേര് പറയാൻ യോഗ്യതയുണ്ടോടി? അപ്പോൾ എനിക്കെന്താ യോഗ്യതക്കുറവ് എന്ന് പവിത്ര ചോദിച്ചപ്പം അതേടി നല്ല യോഗ്യതയാണ്, അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് കിടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായടി എന്നും പറഞ്ഞ് 10 കാശിൻ്റെ ഗതിയില്ലാത്ത നിന്നെ ഇവിടെ കൊണ്ടുവന്ന് തമ്പുരാട്ടിയായിട്ട് വാഴിച്ച എന്നെയും എൻ്റെ മകനെയും പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത് തന്നെയാണല്ലോ നിങ്ങളുടെയൊക്കെ ചിന്ത. 10 കാശിൻ്റെ ഗതിയില്ലാത്തവൾ ഞാൻ, കുറച്ചുകൂടി സ്ത്രീധനം മേടിച്ച് മോൻ കെട്ടണമെന്നുള്ളതുകൊണ്ടാണല്ലോ ഈ പറച്ചിലൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര അന്നേരം തലക്കാനം കയറി വെട്ടുക. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.